ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നാടൻ മുട്ടത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറിനായാലും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. നോൺ വെജ് ഒക്കെ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ എണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. എണ്ണ ചേർത്ത് വറുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. 1 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ചുവന്ന് വരുന്നവരെ വറുക്കണം. തീ കൂട്ടിയിടരുത്. ഞാനിപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ തേങ്ങ നല്ല ചുവന്ന കളറിലായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത്. ഈ ചൂടിൽ തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂട്ടിയിടണ്ട. മഞ്ഞൾപ്പൊടി കൂടിയാൽ കറിയുടെ ആ നിറത്തിന് ചെറിയ വ്യത്യാസം വരും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തേങ്ങയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളൊക്കെ വറന്ന് കിട്ടും. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 25 മുതൽ 30 എണ്ണം വരും. 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. തീയലിന് ചെറിയ ഉള്ളി തന്നെ ചേർക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഉള്ളിയുടെ നിറം ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും നമുക്ക് 1 തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരണം. 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ചു വരണം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പകുതി നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി കൂടിപ്പോവരുത്. നമ്മൾ നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇത് പുളിങ്കറിയല്ല, അപ്പോൾ ആവശ്യത്തിന് പുളിയെ ചേർക്കാവൂ. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഞ്ഞക്കറി പൊട്ടിക്കാതെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കറിയിലോട്ട് ചേർക്കാം. ചിലരൊക്കെ മുട്ടയുടെ മഞ്ഞക്കറി കഴിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ അരിഞ്ഞ വെള്ള മാത്രം ചേർത്താൽ മതി. മഞ്ഞക്കറി ചേർക്കുകയാണെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കരുത്. എന്നാലും നമ്മൾ ഇളക്കുമ്പോൾ വെന്തുടഞ്ഞു പോവും. പിന്നെ കറിയുടെ ആ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ ഉടയാതെ ഇളക്കി എടുത്തിട്ട് അരിയാതെ തന്നെ ചേർക്കുക. തീ മീഡിയത്തിലോട്ട് വയ്ക്കാം. ഇനി 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളം പോലെ ഇരിക്കരുത്, അധികം കട്ടിയും ആയി പോവരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പം നമ്മുടെ മുട്ടത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണിത്. ചോറിനായിരുന്നാലും ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.